ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗാണ്. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ലുലു മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല ഇന്നുള്ളത്, ലിജുവിൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ചേട്ടന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ആ ചേട്ടൻ ഉണ്ടായതുകൊണ്ട് നമ്മളും അവരുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഒട്ടുമിക്ക നമ്മൾ രാത്രിയാണ് പുറത്ത് പോവാറ്. അപ്പോൾ ഇന്നൊരു 4 മണി സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വെയിലാണ് കേട്ടോ. ഈ ഒരു പാർക്കിലാണ് നമ്മളെപ്പോഴും പോയിരിക്കാറുള്ളത്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും സ്നാക്സോ കൊണ്ടുപോയിട്ട് അവിടെ പോയി ഇരിക്കും കേട്ടോ. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ബസ്സിൽ കയറിയപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളാണ് ഫസ്റ്റ് കയറുന്നത്. അപ്പോൾ ഒരൊറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെ രാശി നന്നായതുകൊണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഒരുപാട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങനെ ലുലു മാളിൻ്റെ അവിടെ എത്തി. അപ്പോൾ നിലുവിനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടാവില്ല കേട്ടോ. യാത്ര ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നോടത്തുനിന്ന് എണീറ്റ് പായുന്ന ടൈപ്പാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആദ്യം തന്നെ പെർഫ്യൂമിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് നാട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ ആ ചേട്ടന്മാർക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായതുകൊണ്ട് അവിടേക്ക് പോയിട്ടോ. അപ്പോൾ അവരവിടെ പർച്ചേസ് ചെയ്യുന്ന തിരക്കിലാണ്. നമ്മളപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോയത് നിലുവിന് വേണ്ടിയിട്ട് ഷൂ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഷൂ ഇടുന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷെ അത് ഊരി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ കാലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി മാറ്റണമല്ലോ, അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഷൂ ഊരുന്നേ ഉണ്ടായിരുന്നില്ല. എൻ്റെ പഴയ ഷൂ എനിക്ക് വേണ്ട, എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് പഴയത് അവിടെ ഇട്ടിട്ട് പുതിയത് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതൊന്ന് അവളെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല നല്ല ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ഷൂ എടുക്കണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഷൂസ് നോക്കാമെന്നാണ് വിചാരിച്ചത്, പെട്ടെന്ന് ചെളിയാവാത്ത ടൈപ്പ്. അപ്പം നമ്മളങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നോക്കിയിട്ടോ. ഇതിലേത് ഷൂ ആണ് അവൾക്ക് വാങ്ങിയിട്ടുണ്ടാവുക എന്ന് ഗസ് ചെയ്യോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നോക്കട്ടെ. അപ്പോൾ വെറുതെ ഒരു രസം. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. നല്ല നല്ല രസമുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിജുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വക നിലുവിന് 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ടോയ്സ്. അപ്പോൾ അവൾ ഹാപ്പിയായി. അപ്പോൾ അവൾ പൊതുവേ ഓവറായിട്ട് വാശി പിടിക്കാറില്ല കേട്ടോ. വാശി പിടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വാശി പിടിക്കാറുണ്ട്. അങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആളുടെ ലോകത്ത് പാറി പറന്ന് നടക്കുകയാണ് കേട്ടോ. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആളുടെ വേണ്ട സാധനങ്ങളൊക്കെ നോക്കി ആളുടെ ഒരു ലോകത്താണ് കേട്ടോ. അപ്പോൾ അവൾ ഓവറായിട്ട് വാശി പിടിക്കുകയാണ്. അവൾക്കത് യൂസുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയാണല്ലോ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മളല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് ഉപയോഗമുള്ള സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഉപയോഗമില്ലാത്ത സാധനമാണ്, വെറുതെ വേസ്റ്റാക്കി കളയേണ്ടതാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വാശി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ അത്ര താല്പര്യം കാണിക്കാറില്ല. പക്ഷെ അവൾ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ കേക്കിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ തന്നെ ഒരു ചോക്ലേറ്റ് കൊതിച്ചിയാണ് കേട്ടോ. ചോക്ലേറ്റ് എനിക്കിഷ്ടമുള്ള പോലെ തന്നെയാണ് നിലുവിനും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മൾ കഴിക്കാൻ കൊടുക്കാറുമില്ല കേട്ടോ. ഇപ്പോൾ ഓവറായിട്ട് കഴിക്കാൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇത്തിരി. അപ്പം ഓവറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറാക്കി ചളാക്കണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഓവറാക്കിയിട്ടൊന്നും കൊടുക്കാറില്ല. അധികം അവൾക്ക് കൊടുക്കാറുള്ളത് ഇതുപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ നട്ട്സ് കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് അധികം കൊടുക്കാറുള്ളത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ഈ ഒരു സ്കേർട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബനിയനാണ് കേട്ടോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇതിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് നോക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ടീഷർട്ടും ഇതിൻ്റെ കൂടെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പിങ്ക് ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും സൂപ്പറായിരുന്നു കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അടുത്തുള്ള പാർക്കിൽ പോയിട്ട് നമ്മൾ മിൽക്ക് ടീ വാങ്ങിയിട്ടുണ്ടെന്നുള്ള ചോക്ലേറ്റ് മിൽക്ക്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ബസ്സൊക്കെ വന്നപ്പോൾ ബസ്സിൽ കയറി നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ബൈ.